ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി. ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും. ഒപ്പം പ്ലാന്റിങ്ങിന് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു. ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി, മേപ്പാടം, ചേലക്കര. ഫോൺ 8848581955 9074295770. എല്ലാവരും പറഞ്ഞ ഒരേ കാര്യം, സൗണ്ടിന്റെ കാര്യം മാത്രമേ പറഞ്ഞു. ഈ സൗണ്ടില് തീരുമാനം എടുത്തത് പള്ളിചാറ് കമ്മിറ്റിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ നേർച്ച കൊണ്ടുവരുന്ന ആൾക്കാർക്കും നേർച്ച കാണുന്നവർക്കും ജനങ്ങൾക്കും ഒരു സുഖം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. അത് പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. കഴിഞ്ഞ വർഷം നേരത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയുന്നത്, കഴിഞ്ഞ വർഷം നേരത്തെ കഴിഞ്ഞതിന് ശേഷം ഒരു 8-10 മീറ്റിംഗ് ഈ സെറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരേ ഇതിൽ നിന്നത് സെറ്റാണ്. അത് ഇപ്പോ എന്താ റഫീഖ് പറഞ്ഞമാരും ശ്രീദാസ് പറഞ്ഞമാരും ചെറുപ്പക്കാരുടെ ഹാരാണ് DJ, ഇതും കമ്മിറ്റിയിൽ സംസാരിക്കേണ്ടായി. ഇതിനെയൊക്കെ എതിരെ മറികടന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നാട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാവുക, ജനങ്ങൾക്ക് എങ്ങനെ സ്വൈരമായിട്ട് ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റുക, അതിനുള്ള ഒരു സംവിധാനത്തിലാണ് ജമാഅത്ത് കമ്മിറ്റി സൗണ്ട് സിസ്റ്റം എന്താണ് ഗവൺമെന്റ് അലൗഡ് വിളിച്ച അതിലേക്ക് കടന്നിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്ന കാരണം. അല്ലാണ്ട് നേരത്തെ കൊണ്ടുവരുന്നവരടുത്ത് വിരോധം ഉണ്ടായിട്ടോ അവർ സന്തോഷിക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടോ അങ്ങനെ സംവിധാനത്തിലല്ല. ഇതിന്റെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു നല്ല സൗണ്ടിൽ ഒരു പരിപാടി വരുമ്പോൾ, സൗണ്ട് ഇല്ലാത്ത ഒരു ബാൻഡ് സെറ്റ് മറ്റുള്ള സംവിധാനം വരുമ്പോൾ, ഒരു DJ സെറ്റ് വന്നിട്ട് അവിടെ പാടിയ ഒരു 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ബാൻഡ് സെറ്റ് ഏൽപ്പിച്ചാൽ അവർക്ക് പാടാനും പറ്റില്ല, മറ്റവർക്ക് കേൾക്കൂല. അപ്പൊ ഒരു മിതമായ സംവിധാനത്തിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പരിപാടി ചെയ്യുകയും ചെയ്യാം, എല്ലാവർക്കും ഇത് കാണുകയും ചെയ്യാം, എല്ലാവർക്കും ഇത് ആസ്വദിക്കുകയും ചെയ്യാം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു നേരത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. ജമാഅത്ത് കമ്മിറ്റി ഇവിടെ തീരുമാനിച്ച കാര്യങ്ങൾ അത് എല്ലാവർക്കും ഒരേമാതിരിയാണ്. ഇവിടെ വരുന്ന നേരത്തെ കമ്മിറ്റിക്കാരെല്ലാവരും ജമാഅത്ത് കമ്മിറ്റിക്ക് തുല്യരാണ്. മറിച്ച് ഒരു വലിയ നേരത്തെ കൊണ്ടുവരവർക്ക് വേറൊരു ആദരവ്, ചെറുത് കൊണ്ടുവരവർക്ക് വേറൊരു ആദരവ്, അങ്ങനെ സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ നേരാവാനും നന്നാവാനും നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ കണക്കൂട്ടുന്നത്. അത് കുറഞ്ഞ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരോടും സംസാരിച്ചിട്ട് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരുന്നവരൊരു മിതമായ സംവിധാനത്തിലേക്ക് വരുന്നിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പണ്ടത്തെ കാലത്ത് പോലെ ഇത് കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവും. മറ്റത് എവിടെ നിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അപ്പൊ ഇതാണ് ജമാഅത്ത് കമ്മിറ്റി സൗണ്ടിന്റെ പേരിൽ ഇങ്ങനെ എടുക്കാനുള്ള കാരണം. പിന്നെ കഴിഞ്ഞ വർഷം 2-3 കമ്മിറ്റികളുടെ പേരിൽ കേസും കാര്യങ്ങളും ഉണ്ടായി. ജമാഅത്ത് കമ്മിറ്റിക്ക് അതൊന്നും യാതൊരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പ്ലാക്കോട് യുവജന കമ്മിറ്റി നേരത്തെ എടുക്കുകയാണെങ്കിൽ പ്ലാക്കോട് യുവജന കമ്മിറ്റിയുടെ പേരിലല്ല കേസ് ഉണ്ടാവുക. അവരുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാലും കാളയറോട് പള്ളികാരത്തിലേക്കാണ് നേർച്ച കൊണ്ടുവരുന്നത്. അത് അതാത് കാലങ്ങളിൽ വരുന്ന പള്ളി ജാറും ഭരിക്കണ കമ്മിറ്റിക്കാരാണ് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദികളും അതിന് സമാധാനം പറയേണ്ട ആൾക്കാർ. അപ്പൊ തുടർന്ന് കേസുകൾ അങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഭരിക്കുന്നവർക്ക് എവിടേക്കെങ്കിലും പോകണം, നേർച്ച കൊണ്ടുവന്നവർക്ക് എവിടേക്കെങ്കിലൊക്കെ പോകണം, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പൊ എല്ലാവരുടെയും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഇതിൽ സഹകരിക്കണം. പിന്നെ ഷെഫീഖ് പറഞ്ഞത് സമയത്തിന്റെ കാര്യം, അതായത് ഡേറ്റ്. നമ്മുടെ പരിപാടിക്ക് നമുക്ക് ഡേറ്റ് തീരുമാനിക്കാൻ പറ്റില്ല. അതായത് സാധാരണ പൂരങ്ങൾ മറ്റുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് ടു ഡേറ്റ് ആണ്, അതാത് ഡേറ്റിൽ കൃത്യമായിട്ട് നടക്കും. ഇപ്പൊ ചേലക്കര പള്ളി പെരുന്നാളാണെങ്കിൽ അവർ കാലങ്ങളായിട്ട് അങ്ങനെ 2-3 നാല് അതിൽ ആരും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുംഭമാസം നോക്കണം, അറബ് മാസം നോക്കണം, ഇംഗ്ലീഷ് മാസം നോക്കണം, വേറെ എവിടെയെങ്കിലും പരിപാടികളുണ്ടോ നോക്കണം, കമ്മിറ്റിക്കാർക്ക് സൗകര്യപ്രദമായ ഒരു ഡേറ്റ് കാണണം, നോമ്പ് വരണ്ടോ നോക്കണം. അപ്പൊ എല്ലാം കൂടിയിട്ട് വന്നിട്ട് വട്ടത്തിരിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ആദ്യം കണ്ട ഡേറ്റ് ശിവരാത്രി അന്ന് നടന്നു. ശിവരാത്രിക്ക് നമുക്ക് നിറച്ചു വയ്ക്കാൻ പറ്റും, നമ്മൾ മാറ്റി കൊടുത്തു. വേറൊരു ദിവസം നമ്മൾ കണ്ടു. അപ്പൊ ഈ നേർച്ചയുടെ കാര്യത്തില് കുംഭം മാസം 14-ന്റെ ഉള്ളില്, അറബ് 10, ഇത് പെടുന്നൊരു ഡേറ്റിലാണ് കാലങ്ങളായിട്ട് നേർച്ച വരാൻ. ആ ഒരു ഡേറ്റും കണക്കൂട്ടിയിട്ട് മാസങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ നേർച്ച നമ്മൾ ഫിക്സ് ചെയ്യാറ്. അല്ലാണ്ട് കറക്റ്റ് ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ചിലപ്പോൾ കുംഭം 10 പെടില്ല, അറബ് മാസം 14 പെടില്ല. ഈ മാസങ്ങൾ കയറി നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ നോമ്പ് വരുമ്പോൾ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാനും പറ്റില്ല.
അതാണ് ഇങ്ങനെ ഒരു ഡേറ്റ് വരാനും കാര്യങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളെ ചിന്തിക്കുന്നതിനായിട്ടും കൂടുതൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മളൊരു ഡേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ യുവജന കമ്മിറ്റിക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇവിടെ നിന്നിട്ട് ഓരോ തോന്നിയമാരും ഓരോ ഡേറ്റ് ഉണ്ടാക്കി തരല്ല. ഡേറ്റ് ഇറക്കി വെക്കാൻ നോക്കി, അപ്പോൾ വേറെന്തൊരു പരിപാടി വന്നു. ഡേറ്റ് കയറ്റി വെച്ചപ്പോൾ ശിവരാത്രി വന്നു. പിന്നെ ഒരാഴ്ച കൂടി വരുമ്പോൾ നോമ്പ് വരും. അപ്പം നമുക്ക് എവിടേക്കും പിന്നെ മാർച്ചൊക്കെ കഴിഞ്ഞ് ഏപ്രിലിൽ നേർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു ഡേറ്റ് കണ്ടത്. പിന്നെ ശ്രീദാസ് പറഞ്ഞ കാര്യം, റോഡിൻ്റെ ബ്ലോക്ക്, അത് നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് നടക്കുന്ന സംഭവമാണ്. ഇപ്പം നേർച്ച കൊണ്ടുവന്ന് വരുന്നവരിപ്പോൾ സലീം സാറ് പറഞ്ഞു ഒരു സൈഡ് ഒതുക്കി വരിക. അത് ഏത് കമ്മിറ്റിക്കാരാണ് നേർച്ച കൊണ്ടുവരുന്നത് വെച്ചാൽ അവരുടെ കടമയാണ്. ഇവിടുത്തെ ഒരു വലിയ പരിപാടി നടക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങളുണ്ടാവും. അപ്പോൾ വരുന്ന ആൾക്കാർക്കുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ജമാഅത്ത് കമ്മിറ്റി എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ സംഭവം കൈകാര്യം ചെയ്യാറ്. ആ സംവിധാനങ്ങൾ മുഴുവൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരും ഇത് കൊണ്ടുവരുന്ന ആൾക്കാരും ഞങ്ങളും ഇവിടെ ഈ കാര്യങ്ങൾ നോക്കണമെന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ജമാഅത്ത് കമ്മിറ്റി പെടുന്നിട്ട് മാത്രം, അല്ലെങ്കിൽ പോലീസുകാരും മറ്റുള്ള ഉദ്യോഗസ്ഥരും മാത്രം അജയജനം നടന്നു കഴിഞ്ഞാൽ അല്ല കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴൊന്നും ഇത് പൂർണ്ണമാവില്ല. ഒരു നേരത്തെ ഫുള്ളായിട്ട് പല പരിപാടികളും വന്നിട്ട് റോഡ് മൊത്തം പരന്നു വരുമ്പോൾ മറ്റുള്ള ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ അവർ മൈൻഡ് ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പൊ അത് പ്രത്യേകിച്ച് നേരത്തെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുക. ആപത്തോ അത്യാഹിതങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ കണ്ടിട്ട് നമ്മളൊരു സൈഡിൽ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? യോഗ അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നെ സെറ്റിന്റെ കാര്യം ഒന്നും കൂടി പറയാണ്. നേരത്തെ ഡേറ്റ് പറഞ്ഞത് ഇനി വരും കാലങ്ങളിലൊക്കെ നമുക്ക് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യാം. പക്ഷെ കുംഭം 10-ഉം അറബ് 14-ഉം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റാണ് കാളരോട് പള്ളിചാരത്തിന്റെ ഈ കമ്മിറ്റി ചെയ്യാറുള്ളൂ. കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതിലെന്താ വരുന്നത് വെച്ചാൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാത് കാലങ്ങളിൽ വരുന്ന ഒരു ആചാരക്രമങ്ങളാണ് അതേമാതിരി പോകുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എത്ര വളരെ സിമ്പിളായിട്ട് നമ്മളതിൽ കൈകാര്യം ചെയ്തു. അങ്ങനെ 12-ാം തീയതി പൊതുകൊടിയേറ്റ് ജനങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ടപ്പോൾ നമ്മൾ 11 മണിയൊക്കെ വെച്ചു. അത് 2 മണിക്കൂർ ആൾക്കാർക്ക് സുഖമാണ്. ഈ 12 മണി 2 മണിക്കൂർ വെയിലുള്ളൂ ഇവിടെ വന്നിട്ട് 11-11 കൂടി കൊടിയേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം മേടിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൊ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് കാലങ്ങളിൽ അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അവരെ കണക്കൂട്ടിയാണ് ഇവരെ കണക്കൂട്ടിയാണ് ചിന്തിക്കാനേ പാടില്ല. എന്താ 4 മഹലിലാണ് ഇവിടെ ഭരിക്കുന്നത്. 36-അംഗ കമ്മിറ്റി 4 മഹലിൽ നിന്നുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ സംവിധാനം ചെയ്യുന്നത്. 4 മഹലിൽ നിന്നുള്ള നേർച്ചകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഈ കമ്മിറ്റിക്കാരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമുക്കങ്ങനെ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അതാത് ഭാഗങ്ങളിലുള്ള യുവജന കമ്മിറ്റിയിൽ സംസാരിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 മാസം മുമ്പേ പേപ്പറിൽ കൊടുത്തു, ചാനലിലിട്ട് കൊടുത്തു. യുവജന കമ്മിറ്റി തീരുമാനങ്ങളും മറ്റു സംവിധാനങ്ങളും കാര്യങ്ങളും മുഴുവനും. അല്ലാതെ ഒളിച്ചും പാത്തും വെച്ചിട്ടുള്ള ഒരു സംവിധാനങ്ങളല്ല. ഇത് നന്നാവാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കണ്ടെത്തുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി 1-ാം തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.